ലത്തീന്, ലണ്ടന്, CMS, ആംഗ്ലിക്കന്, അല്ലെങ്കിൽ CSI, ഇവാഞ്ചലിക്കല്, ബ്രദറൻ ചർച്ച്, പെന്തിക്കോസ്, പിന്നെ സാൽവേഷൻ ആർമി, തൃശ്ശൂർ ഭാഗത്ത് കൽദായ സുറിയാനി, കൽദായ സഭ, തീരദേശത്ത് ലത്തീൻ. അപ്പൊ ഇങ്ങനെയുള്ള ഒരേ വിഭാഗക്കാരുടെ ഒരു സംഘടനയുടെ ആളല്ല ക്രിസ്തു. ക്രിസ്തു മുഴു ലോകത്തിന്റെയും ദൈവമാണ്. പിന്നെ ഓരോ സഭക്കാരും സംഘടനക്കാരും ഓരോ മുക്കിനും മൂലയ്ക്കും വളവിനും എല്ലാം വളച്ചു കെട്ടിയ യേശുവിനെ വെച്ചിട്ടുണ്ട്. പല രൂപത്തിലും ഭാവത്തിലും വെച്ചിരിക്കുക. യേശുവിന്റെ കൂടെ കുഞ്ഞാട് നിൽക്കുമ്പോ കുഞ്ഞാടായിട്ട് തോന്നുകയല്ല, പട്ടിയായിട്ടാണ് തോന്നുന്നത്. ഞാനൊരു സ്ഥലത്ത് പോയപ്പോ ഇപ്പൊ ഞാനുണ്ട് പട്ടി പറഞ്ഞ പട്ടിയല്ല ആടാന്ന് പറഞ്ഞു. അത് നിർമ്മിച്ചവന്റെ അപാകതയാ. അപ്പൊ ശ്രദ്ധിക്കുക, ഓരോ സഭക്കാരും യേശു ഞങ്ങളുടെയാന്നുള്ള ചിന്തയല്ല. യേശു ഒരു പ്രത്യേക സഭക്കാരുടെയും പ്രത്യേക സംഘടനയുടെയും പ്രത്യേക വിഭാഗത്തിന്റെ ആളല്ല. യേശു ക്രിസ്തു മുഴു ലോകത്തിന്റെയും ദൈവമാണ്. ഈ ജാതിയും മതവും വർഗവും വർണ്ണമൊക്കെ മനുഷ്യനുണ്ടാക്കി വെച്ചതാ. അതെ, ഞങ്ങൾ ഇച്ചിരി കൂടിയതാ, അവര് കുറഞ്ഞതാ, മറ്റവരെ താഴേക്കിടയിൽപ്പെട്ടത്, മറ്റവരിച്ചിരി മേലേക്കിടയിൽപ്പെട്ടത്, ഇതൊക്കെ മനുഷ്യൻ ഒപ്പിച്ചതാ. സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും അത് അങ്ങനെ തന്നെ. സകല മനുഷ്യനും ഒരു വ്യക്തിയിൽ നിന്ന് ജന്മം കൊണ്ടവരാ. വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന വാക്യം, ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. പണ്ട് നാമം ജപിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഭാഗം ഹരിനാമകീർത്തനത്തിലുണ്ട്. ഹൈന്ദവരായ സ്നേഹിതന്മാർക്കറിയാം. ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ അകാരമായതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പര ആചാര്യ രൂപകരി. ഞാൻ ചൊല്ലിയിട്ടുണ്ട്, അത് അറിവുള്ളവർക്കറിയാം. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ അതിൽ നിന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും പുള്ളിയുടെ കൃപയൊക്കെ പോയി ഇപ്പൊ നാമം ജപിച്ച് നടക്കുക എന്ന് പറയും. ഇവിടെ ഇരിക്കുന്നവർ ഇപ്പൊ തന്നെ ശാസിക്കാൻ തുടങ്ങി. ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം, ഈ ജാതിയും വർഗവും വർണ്ണവും ഒക്കെ മനുഷ്യൻ ഉറപ്പിച്ച നിർമ്മിതികളാണ്. മുഖത്തിൽ നിന്ന് കുറെ പേര് വന്നു, ഇടഭാഗത്തിൽ നിന്ന് കുറെ പേരിറങ്ങി, കാലിൽ നിന്ന് കുറെ പേര് വന്നു, പാദത്തിൽ നിന്ന് കുറെ പേര്, എന്തെല്ലാം കൃത്രിമം ഒപ്പിച്ചു വെച്ചിരിക്കുക. മുഖത്തിൽ നിന്ന് വന്നവർക്ക് അല്പം ഗമ കൂടും, കാലിന്റെ അവിടെ വന്നവനെ മുഖത്ത് നിൽക്കുന്നവൻ ചവിട്ടും. ഒരു കാര്യം പറയാം, സകല മനുഷ്യനെയും ഒരു വ്യക്തിയിൽ നിന്ന് ജന്മം കൊണ്ടവരാ. അങ്ങനെ വേദപുസ്തകത്തിൽ വായിക്കുന്നത് ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ. പക്ഷെ വേറൊരു കാര്യം, നമ്മുടെ ആൾക്കാരും ഇത് വിശ്വസിക്കുന്നില്ല. ഇല്ല, എനിക്ക് നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ നിങ്ങൾക്കും വലിയ വിശ്വാസമൊന്നുമില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ ഇങ്ങനെ അല്ലല്ലോ ഇരിക്കുന്നേ. നിങ്ങളും ഈ വേദപുസ്തകമായിട്ട് നെടുക നടക്കുന്നതേ ഉള്ളൂ. വിശ്വാസമൊന്നുമില്ല, ഇരിപ്പ് കാണുമ്പോൾ അറിയാം. പക്ഷെ ഞാനിത് വിശ്വസിക്കുന്ന ആളാ. ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. കുരങ്ങ് രൂപാന്തരപ്പെട്ടതല്ല. പള്ളിക്കൂടത്തിൽ അങ്ങനെ പഠിക്കണമായിരുന്നു, പഠിക്കുകയും ചെയ്തു. അത് പഠിച്ചെഴുതിയെങ്കിലേ മാർക്ക് കിട്ടുള്ളൂ. അത് അവിടുത്തെ പഠിത്തമാണ്. കുരങ്ങ് രൂപാന്തരപ്പെട്ടെന്നാണ്. ഇത് കുരങ്ങ് രൂപാന്തരപ്പെട്ടതല്ല. സർവജ്ഞനായ ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചതാണ്. പിന്നെ ചില ഇടങ്ങളിൽ ചെല്ലുമ്പം, സ്റ്റേജിലാണെങ്കിലും സദസ്സിലാണെങ്കിലും ചിലരുടെ ഇരിപ്പ് കാണുമ്പം എനിക്ക് ഡൗട്ടുണ്ട്. ഡാർവിൻ പറഞ്ഞതാ മിക്കവാറും. ആ നോട്ടോ ഇരിപ്പും ഒരു സന്തോഷമൊന്നുമില്ലല്ലോ. അപ്പൊ എനിക്ക് മലയാള ഭാഷയിൽ ഒരു പ്രയോഗമുണ്ട്, ഉൽപ്രേക്ഷ. അത് താനല്ലയോ ഇത് എന്ന് വർണ്ണ്യത്തിലാശങ്ക ഉൽപ്രേക്ഷാഖ്യലങ്കൃതി. അപ്പൊ എനിക്ക് ഇന്ന് രാത്രി ഉൽപ്രേക്ഷ ഉണ്ടാകരുത്. നിങ്ങൾ എന്റെ ഉൽപ്രേക്ഷ മാറ്റി വേണം വിടാൻ.
ഇത് സർവജ്ഞനായ ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചതാണ്. ആ മനുഷ്യനെ ഗാഠനിദ്ര ദീർഘനിദ്ര വരുത്തി ആദമിന്റെ പാർശ്വഭാഗത്ത് നിന്ന് ഒരു വാരിയലെടുത്ത് സർവജ്ഞനായ ദൈവം സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം ഭവനാശകൻ എന്ന നല്ല പദങ്ങളാണ്. ഒരു സ്ത്രീയെ മെടഞ്ഞ് നിർത്തി. ആദാം കണ്ണ് ചിമ്മി നോക്കിയപ്പോൾ ഹവ്വായെ കണ്ടു. അത് സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം ഉറക്കമുണർന്നവൻ കണ്ണുകൾ മന്ദം മന്ദം തുറക്കും നേരം ഒരു ദിവ്യയാം നാരീരത്നം തനിക്ക് മുമ്പിലായി നിൽക്കുന്നു. വിഭാതത്തിൻ കനൽക്ക് നേർക്കായി കിഴക്കുതിച്ച ഭാനുബിംബം പോലെ അപ്രതീക്ഷിതമായ കാഴ്ചയിൽ വിവശനായി പ്രകാരം ആദമൻ ഉള്ളത്തിൽ ഉച്ചരിച്ചു, എന്ത് ഞാൻ കാണുന്നത് ചന്തമേറിയ കാഴ്ച കാന്ത, മിന്നലീ ഭൂവിൽ പിണ്ടിതാകൃതിയായോ ചന്ദ്രനെ വെടിഞ്ഞിങ്ങി ചന്ദ്രിക വരാവതോ സാന്ദ്ര സൗഭാഗ്യം, എന്തൊരു നവസൃഷ്ടി. വാനവ പരീക്ഷയിലെങ്ങാനുമാണോ വരില്ലാനനാദികൾ കൽപ്പഭേദമോർത്ത് കണ്ടാൽ കേശഭംഗിയും ചൊല്ലുന്നില്ല ഞാൻ, കാരണം അങ്ങനെ വർണ്ണിച്ചാൽ ഈ സഹോദരിമാർക്ക് അരിശം ഉണ്ടാകും. കാരണം ഔവായെ വർണ്ണിക്കുമ്പോൾ നല്ല സൗന്ദര്യത്തിന്റെ മൂർത്തിയെ ഭാവമാ ഈ തള്ളമാരെല്ലാം വഴക്കുണ്ടാക്കും. അതുകൊണ്ട് ഞാൻ വർണ്ണിക്കുന്നില്ല. അപ്പൊ എന്തായാലും ഒരു കാര്യം പറയാം, സകല മനുഷ്യനും ദൈവത്തിന്റെ സൃഷ്ടിയാ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, മതത്തിന്റെ പേര് പറഞ്ഞ്, സമുദായത്തിന്റെ പേര് പറഞ്ഞ്, സംഘടനയുടെ പേര് പറഞ്ഞ്, സഭയുടെ പേര് പറഞ്ഞ് അന്യോന്യം കലഹിക്കരുത്, വഴക്കുണ്ടാക്കരുത്. എനിക്കിതാ സമൂഹത്തോട് പറയാനുള്ളത്. അവര് ഹിന്ദുക്കളാ, ഇവര് മുസ്ലിങ്ങളാ, ഞങ്ങൾ ക്രിസ്ത്യാനികളാ, മറ്റത് പാഴ്സിയാ, മറ്റത് ബുദ്ധനാ, ജൈനനാ, വഴക്കുണ്ടാക്കരുത്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം, മനുഷ്യനെ സ്നേഹിക്കണം. യേശുവും പഠിപ്പിച്ചത് അങ്ങനൊക്കെ തന്നെ. നേർക്ക് നേരെ കാണുന്ന സഹോദരനെ, മനുഷ്യനെ സ്നേഹിക്കാത്ത നീ എങ്ങനെ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നേ? ശ്രീനാരായണ ഗുരു അവർകള് കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ചരിത്രം പഠിക്കുന്നത് കണ്ണാടി പ്രതിഷ്ഠ, എനിക്ക് തോന്നുന്നത് കളവങ്കോട്ടാന്ന് തോന്നുന്നു, ഇല്ലയോ? കണ്ണാടി പ്രതിഷ്ഠ. ക്ഷേത്രം എന്ന വാക്കിന് പല അർത്ഥമുണ്ട്. അതിൽ ഒരർത്ഥം സ്ഥലം എന്നാ, സ്ഥലം. അപ്പോൾ അവിടെ അകത്ത് കണ്ണാടി കൊണ്ട് ശ്രീകോവിലിനകത്ത് കണ്ണാടി പ്രതിഷ്ഠിച്ചു. നല്ല ആശയമാണ്. കാരണം രാവിലെ കുളിച്ചു തൊടാൻ ചെല്ലുന്നവര്, വൈകുന്നേരത്തെ ദീപാരാധനയ്ക്ക് ചെല്ലുന്നവര് കണ്ണ് അടച്ച് നട തുറക്കുമ്പം ഇങ്ങനെ നോക്കുമ്പം ഈ നിൽക്കുന്ന പുള്ളിയെ തന്നെ അകത്ത് കാണുന്നേ. അപ്പൊ ആ നല്ല മനുഷ്യനോട് ആരോ ചോദിച്ചു, ഇന്നയിനടുത്തല്ല ഇന്ന പ്രതിഷ്ഠ വെച്ചല്ലോ, ഇവിടെ കണ്ണാടിയാന്നല്ലോ. അപ്പം ആ നല്ല മനുഷ്യൻ മറുപടി പറഞ്ഞു, നീ ഇവിടെ വന്ന് നിന്നെ നല്ലവണ്ണം കണ്ടേച്ച് വേണം വീട്ടിൽ പോകാൻ. അല്ല, പെന്തിക്കോസുകാരോടും ഞാൻ പറയാം, ക്രിസ്ത്യാനികളോടും പറയാം, നീ കൺവെൻഷന് വന്നത് നല്ലതാ, പള്ളി വരുന്ന നല്ലതാ, അഞ്ചരയുടെ കുർബാനയ്ക്ക് കയറുന്നത് നല്ലതാ, കുമ്പനാട്ടിൽ നിന്ന് തമ്പേർ മേടിച്ച് കമത്തിയിട്ട് അടിക്കുന്നത് നല്ലതാ. പക്ഷേ അടി ഒത്തിരി നടന്നില്ലെങ്കിൽ നിന്നെ നല്ലവണ്ണം കണ്ടേച്ച് വേണം പോകാൻ. എന്നാ നിങ്ങളല്ലേ ഇങ്ങനെ ഇരിക്കുന്നേ? പാടിക്കുഴഞ്ഞതാണോ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നമ്മളെ നന്നായിട്ട് കാണണം. പക്ഷെ നമുക്ക് നമ്മളെ കാണാൻ നേരമില്ല. അപ്പുറം ഇരിക്കുന്നവനെയാ നോക്കുന്നേ. അവൻ അനങ്ങുന്നുണ്ടോ, കണ്ണ് വെട്ടിക്കുന്നുണ്ടോ, മോന്ത എങ്ങനെ ഇരിക്കുന്നു, അവൻ ചുണ്ട് കൂർപ്പിക്കുന്നുണ്ടോ, ഇതെല്ലാം നമ്മൾ പിടിച്ചെടുക്കുക മൊത്തം. എന്നിട്ട് യോഗം കഴിയുമ്പോൾ പുള്ളി എന്നെ അങ്ങനെ ഇരുന്നേ, നിന്നെ ഒന്ന് നോക്ക്. നമ്മളെ ഒന്ന് കാണാൻ. ചെല്ല് പറയാറുണ്ട്, എന്നെ ആരും സ്നേഹിക്കുന്നില്ല. നീ ആദ്യം അങ്ങോട്ട് സ്നേഹിക്കുക.
അമ്മായിമ്മ വരിക, പക്ഷേ മരുമകൾക്ക് എന്നോട് ഒരു താല്പര്യം അല്ല. നിനക്ക് ആദ്യം താല്പര്യം വരും മരുമകളോട്. നീ മരുമകളുടെ കുറ്റവും കുറവും എല്ലാം മോളോട് പറയുക. മോള് വരും ഇടയ്ക്ക് അമ്മയെ കാണാൻ വരികല്ലോ, ഗുരുക്കൊപ്പിക്കാൻ വരുന്നതാ. എന്തായാലും മരുമകളുടെ കുറ്റമെല്ലാം മോളോട് പറയുക, അതല്ല ചെയ്യേണ്ടത്. നീ ആദ്യം മോളെ അങ്ങോട്ട് സ്നേഹിക്കേ. മരുമകളും പറയുക, സ്തോത്രം പാസേ, പ്രാർത്ഥിക്കണം. അച്ചാച്ചന്റെ അമ്മയ്ക്ക് എന്നോട് വലിയ താല്പര്യം. ആദ്യം നീ അമ്മയെ ഒന്ന് താല്പര്യപ്പെടാൻ. യേശു പഠിപ്പിച്ചത് തന്നെ പോലെ തന്നെ. അപ്പൊ ആദ്യം നമ്മെ സ്നേഹിക്കണം. ആദ്യം നമ്മളെ സ്നേഹിക്കണം. അല്ല, ഈ മറ്റുള്ളവരെ സ്നേഹിക്കാത്തതിന്റെ കാരണം നമുക്ക് നമ്മളോട് തന്നെ സ്നേഹം ഇല്ല. നമുക്ക് നമ്മളോട് സ്നേഹമുണ്ട്, അവരെന്നെ സ്നേഹിക്കും. നാമം ചൊല്ലുമ്പോൾ ഇങ്ങനെ ചൊല്ലിയിട്ടുണ്ട്. ഇപ്പോഴും ബഹുമാനിതരായി പ്രിയപ്പെട്ടവർ ചൊല്ലും. ആ വരി ഇങ്ങനെ: അന്യർക്കു ഗുണം ചെയ്വതി നായൂസുവപുസും. നിങ്ങൾ എന്തിക്കുക, പുള്ളി പിന്നെ ബന്ധനമാണല്ലോ. മറ്റുള്ളവരെ സ്നേഹിക്കണ്ടേ? അല്ല, മറ്റുള്ളവരെ സ്നേഹിക്കണമെങ്കിൽ ആദ്യം നമുക്ക് നമ്മളോടൊരു സ്നേഹം വേണം. നമ്മളോട് സ്നേഹമില്ല. അതിനൊരു തെളിവ് ഞാൻ തരാം. ഒരു തെളിവ്, ഒത്തിരി ഉണ്ട്, ഇപ്പൊ തൽക്കാലം ഒന്ന് മതിയല്ലോ. ചില പിള്ളേരെ ശുണ്ടിയെടുത്ത് അമ്മയുടെ അടുക്ക വരുമ്പോ അമ്മ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? കൊച്ചേ പൊക്കോണം, ഞാൻ എന്നെ തന്നെ ഇഷ്ടപ്പെടാതിരിക്കുക. നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങളൊന്നും കേട്ടിട്ടില്ല. ആട്ടെ, എന്നാ ഇന്നെങ്കിലും കേക്ക്. മോൻ കേട്ടിട്ടില്ലേ? നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? അതാ ചെല്ലി പറയുന്നത് കേട്ടിട്ടുണ്ട്. കൊച്ചപ്പൊക്കോണം, ഞാൻ എന്നെ തന്നെ പിടിക്കാതായി ഇവിടെ കുടുംബത്ത്. പറഞ്ഞാൽ വിചാരിക്കുന്ന ഈ മോന്ത കാണുമ്പോ അറിയാം, ഇരിപ്പ് കാണുമ്പോ അറിയാം. അപ്പൊ നിനക്ക് നിന്നോട് തന്നെ ഒരു താല്പര്യമില്ല, പിന്നെ എങ്ങനെ അപ്പുറത്തുകാരനെ സ്നേഹിക്കുന്നേ? ആദ്യം നമ്മളെ ഒന്ന് സ്നേഹിക്കണം.